കാസർഗോഡ് കൊട്ടംകുഴി മലവേട്ടുവ കോളനിയിലെ 2 കുടുംബങ്ങളുടെ കുടിയിരിപ്പാണിത്. പേരിന് വീടെന്ന് പറയാമെങ്കിലും ഒരു കാറ്റടിച്ചാൽ മേൽക്കൂരയടക്കം തകർന്നു പോകുമെന്ന അവസ്ഥ. വനപ്രദേശത്തോട് ചേർന്നുള്ളതിനാൽ വന്യമൃഗശല്യവും ഏറെയുള്ള പ്രദേശത്തെ ഇത്തരം കുടികളിൽ കൊച്ചുകുട്ടികൾക്കൊപ്പമാണ് മാതാപിതാക്കളുടെ ദുരിത ജീവിതം. വെള്ളച്ചിയും മകൾ ശ്രീജയും 3 മക്കളും താമസിക്കുന്ന വീടാണിത്. മൺകട്ട കൊണ്ട് 4 ചുമരുകൾ തീർത്തിട്ടുള്ളത് മാത്രമാണ് ആശ്വാസം. ഓടുപാകിയിട്ടുള്ളതാണെങ്കിലും മുളകൾ ദ്രവിച്ചതിനാൽ മേൽക്കൂര ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. റേഷൻ കാർഡോ സ്ഥലമോ ഇല്ലാത്തതിനാൽ ഇവർക്ക് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും വീട് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മഴക്കാലത്ത് നിലംപൊത്തിയ മേൽക്കൂര പ്രാദേശിക സഹായം കൊണ്ട് മാത്രമാണ് ഉയർത്തിയെടുത്തത്. അപേക്ഷ കൊടുത്തിന് അത്ര അത് കിട്ടുന്നില്ല. സ്ഥലമില്ല, എൻ്റെ ഒരു വീട് കിട്ടുന്നില്ല. വനാതിർത്തിയിലുള്ളതാണ് ജയനും ഭാര്യയും 3 കുട്ടികളും മന്തിയുറങ്ങുന്ന ഈ കുടിൽ. അപകടത്തിന് കാതോർത്താണ് ഓലമേഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴിൽ ഇവർ ദിവസം കഴിച്ചു കൂട്ടുന്നത്. സ്ഥലമില്ലാത്തതും പിന്നെ റേഷൻ കാർഡൊന്നുമില്ല, ജാഗ്രതും. മലവേട്ടുവ കോളനിയിലെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് പദ്ധതികൾ പലതുണ്ടെങ്കിലും അവയൊന്നും കൃത്യമായി നടപ്പാകുന്നില്ലെന്നതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ ആദിവാസി കുടിയിരിപ്പ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒറ്റമുറി വീട് പോലും അന്യമാകുന്നത്. ഇവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലെത്തിക്കാൻ ബന്ധപ്പെട്ട പ്രൊമോട്ടർമാർ തയ്യാറായേ മതിയാകൂ. ക്യാമറമാൻ സ്വരൂപ് നിവേദ്യക്കൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18 കാസർഗോഡ്.